നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ടെൻഷൻ വരും. ഈ സമയത്ത് നമ്മൾ അതിനൊക്കെ മറികടക്കേണ്ടതുണ്ട്. ചിലരത് ടെൻഷൻ അടിച്ച് ആകെ പ്രശ്നമാവും. അതിന് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന, ആ സമയത്ത് ചെയ്യാൻ കഴിയുന്ന, മനസ്സിനെ, നമ്മുടെ തലച്ചോറിനൊക്കെ ഒന്നും കൂടി സോഫ്റ്റാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഓരോരോ ബിഗ് ബോസ് ഉണ്ട്. എനിക്കൊരു ബിഗ് ബോസ് ഉണ്ട്, നിങ്ങൾക്കൊരു ബിഗ് ബോസ് ഉണ്ട്. ആ ബിഗ് ബോസ് റോങ് ആണെങ്കിൽ നമ്മുടെ ലൈഫ് കട്ടപ്പുകയാണെന്ന് വിചാരിച്ചാൽ മതി. ആരാണ് ഈ ബിഗ് ബോസ്? അത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സാണ് ബിഗ് ബോസ്. അതായത് മനസ്സിൽ നിന്ന് ചിന്ത വരും, ചിന്തയിൽ നിന്ന് പ്രവൃത്തി വരും. ആ പ്രവൃത്തിയൊക്കെ റോങ് ആയിരിക്കും. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പലപ്പോഴും നേരിടുന്നത്, അതിനെ മറികടക്കാൻ നോക്കുമ്പോൾ അതിനൊരു ശക്തി കിട്ടാൻ മദ്യപിക്കും, ചിലർ പുകവലിക്കും, ചിലർ മയക്കുമരുന്നിൽ പോകും. ഇങ്ങനെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ഇത്തരം ദുശീലങ്ങളിലേക്ക് പോകും ചിലർ മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറും. ഇങ്ങനെയൊക്കെയാണ് ചില പ്രശ്നങ്ങളെ നേരിടുന്നത്. ഈ സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട ഹാർട്ട്, ലിവർ, ബ്രെയിൻ, കിഡ്നി, നമ്മുടെ അവയവം മുഴുവൻ, ഇതൊക്കെ ഒരു ചിന്തയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാം. അയാൾക്ക് തോന്നുകയാണ് ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ പോയി ആത്മഹത്യ. ഈ അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടില്ലേ? ആരൊക്കെയാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഇപ്പോൾ വലിയ എഡ്യൂക്കേഷനുള്ള ആൾക്കാരാണ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, പോലീസുകാർ. അങ്ങനെയുള്ള ഈ മാനസിക പ്രശ്നം വരുമ്പോൾ ഇതിലേക്ക് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സാധാരണ മനുഷ്യരാണ് നമ്മളെല്ലാം. നമ്മൾക്ക് അതിനെ നിയന്ത്രിക്കാൻ ഒരു ചെറിയൊരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? കൈകൾ ഇങ്ങനെ ചെവി ചേർത്ത് പിടിക്കുക. എന്നിട്ട് നമ്മളൊരു ഹമ്മിങ് എടുക്കുക. ഇങ്ങനെ ഒരു 3 പ്രാവശ്യമൊക്കെ എടുത്താൽ മതി. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു ഹീലിംഗ് മൈൻഡിലേക്ക് വരും. അതിനുശേഷം നമ്മൾക്ക് പല ചിന്തകളൊക്കെ ചെയ്യാം. നമ്മൾ കുറച്ചു നേരം വിശ്രമിക്കാം. നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി അസ്വസ്ഥതയിൽ നിന്ന് മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരിശീലിക്കാൻ നോക്ക്. ഓക്കെ.